ഹലോ. അപ്പം ഞാനാണ് ഞാൻ ഞാൻ ചമ്മന്തിയല്ല. ഇതാണ് ഞാൻ ബ്രിഞ്ചാളിൻ്റെ ഒരു തട്ടിക്കൂട്ട് ഉച്ചയൂണിന് പറ്റിയ ഒരു കറിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇതിനോട് അത്ര വലിയ ഫേവറേറ്റ് ആളൊന്നുമല്ല, പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അതേ ബ്രിഞ്ചാളെടുത്ത് കഴുകി വട്ടത്തിലരിഞ്ഞ് ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഒരു ബ്രിഞ്ചാളിങ്ങനെ വട്ടത്തെ അരിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി കേട്ടോ. എന്തോ ഒരു സുഖം. അങ്ങനെ നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മുടെ കൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടവർക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം. അങ്ങനെ ഇതിങ്ങനെ വട്ടത്തെ മുറിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. രണ്ട് സൈഡും പെട്ടെന്ന് ഇതായി കിട്ടും, കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഞാൻ വീഡിയോ കണ്ട ആൾ പറഞ്ഞിരുന്നു, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ തിന്നാം, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കി. രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. എന്നാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. കുറച്ചുകൂടി എനിക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു, വറ്റൽമുളക് ഇട്ടു, എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കറിവേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്യാം. പിന്നെ സവോള കുരുകുരുന്ന് അരിഞ്ഞിട്ട്, ഇതിലും കുരുകുരുന്ന് അരിഞ്ഞാൽ അത്രയും നല്ലത്. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആയ കാരണം ഞാനൊന്ന് ജസ്റ്റ് ഒക്കെ എക്സ്പെരിമെൻ്റ് വൈസ് ആയിരുന്നു. എന്നിട്ട് അത് നന്നായി വാടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ ബ്രിഞ്ചാളിൻ്റെ സ്ലൈസസ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കഴിച്ചെടുക്കണം. ഈ കഴിക്കലിൽ ഭയങ്കര ടേസ്റ്റ് വരും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ നന്നായിട്ട് നമ്മളതിനെ സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് ഉപ്പും സബോള അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സും കൂടി വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ചില്ലീസും ആഡ് ചെയ്യാം കേട്ടോ, അത് നമ്മുടെ എരിവിനനുസരിച്ച്. അത്രയേ ഉള്ളൂ, നമ്മുടെ ഉച്ചയൂണിന് പറ്റിയ അടിപൊളി കൂട്ട് റെഡിയാണ്. നമുക്കൊരു ഇത്തിരി നമ്മുടെ ചോറിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പിട്ട് ഈ ഒരു ചമ്മന്തി പോലത്തെ ബ്രിഞ്ചാൾ ചമ്മന്തി കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉച്ചയൂണ് റെഡി.